നമസ്തേ. ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ഉള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത്. ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ആഹാരം കൺട്രോൾ ചെയ്ത് ഒരു 25 മിനിറ്റ് ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കൺട്രോൾ ചെയ്ത് സുഖമായിട്ട് കൊണ്ടു നടക്കാവുന്ന ഏറ്റവും നല്ല ഒരു അസുഖമാണ് ഡയബറ്റിക്. പക്ഷെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും നമുക്ക് വലയ്ക്കുന്ന ഒരു അസുഖങ്ങളിൽ ഒന്നാണ് ഡയബറ്റിക്. അപ്പോൾ നമുക്ക് ഈ ഡയബറ്റിക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളിലേക്ക് പോകാം. 25 മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ ചെലവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ റിസൾട്ട് കിട്ടുന്ന കുറെ വ്യായാമം, വളരെ ലഘുവായിട്ടുള്ള വ്യായാമമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരിക്കലും ഇതിനു വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ആ മരുന്ന് കഴിക്കൽ നിർത്തരുത്. അത് മരുന്ന് തുടർന്ന് കൊണ്ടുപോവാം. നിങ്ങളുടെ ഡയബറ്റിക്കിന്റെ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ട് നോർമൽ ആയ ശേഷം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ മരുന്ന് നിർത്തുവാൻ പാടുള്ളൂ. ഡയബറ്റിക് അങ്ങനെ ഒരു ഇതിൽപ്പെട്ട അസുഖമാണ്. അപ്പൊ നമുക്ക് ഇതിന് പറ്റിയ സ്ട്രെച്ചുകളിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു സബ്സിൽ എക്സസൈസ് ചെയ്യാം. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വാമപ്പ് എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യുക. അപ്പോൾ വളരെ എളുപ്പമാണ്. ഈ സീക്വൻസ് പഠിച്ച ശേഷം നിങ്ങൾക്ക് സ്വതന്ത്രമായി ചെയ്യാം. അപ്പോൾ ഡെയിലി മോർണിംഗ് ആണ് ഏറ്റവും ബെറ്റർ. മോർണിംഗോ ഈവനിങ്ങോ നിങ്ങൾക്ക് പറ്റിയ ഒരു സമയം കണ്ടെത്തി ഇത് ചെയ്യാം. ഇപ്പോൾ ആദ്യം ഇത് നോക്കി എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ആദ്യം നമുക്ക് ഒരു നെക്കിൻ്റെ ഒരു മൂവ്മെന്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സബ്സിൽ ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നമ്മുടെ പാൻക്രിയാസിൽ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ചില എക്സസൈസുകളുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നിൽക്കാം. എന്നിട്ട് കൈകൾ ബട്ടക് സൈഡ് വെച്ചുകൊണ്ട് നമ്മുടെ നെക്കിന്റെ മൂവ്മെന്റുകൾ ചെയ്യാം. നമുക്ക് ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യാം, ഇൻഹേൽ, then എക്സേൽ ചെയ്യാം, വീണ്ടും ഇൻഹേൽ, എക്സേൽ ഡൗൺ, ഇൻഹേൽ, എക്സേൽ ഡൗൺ. അതുപോലെ സൈഡിലേക്ക് മൂവ് ചെയ്യാം. റൈറ്റ് സൈഡ് ഇൻ എക്സേൽ, then inhale, then exhale, then inhale, then exhale, then inhale, then exhale, then inhale. അതിനുശേഷം തല സൈഡിലേക്ക് നമ്മുടെ ചെവി, ഷോൾഡർ മൂവ്മെന്റ്. റൈറ്റിലേക്ക് എക്സേൽ ചെയ്യാം. ഇൻഹേൽ ചെയ്തിട്ട് നേരെ വരാം. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ഇതിങ്ങനെ കുറച്ച് നേരം ചെയ്യാം. അപ്പോൾ തലയുടെ മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് തലക്കെല്ലാം നമ്മുടെ എനർജി ഫ്ലോ ഒക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഷോൾഡറിലേക്ക് വരാം. ഷോൾഡറിൽ അതിങ്ങനെ വെച്ചിട്ട് എൽബോ ചേർത്ത് വെച്ചിട്ട് ഇൻഹേൽ ചെയ്തിട്ട് ശ്വാസം എടുത്ത് മുകളിലേക്ക് വെച്ചിട്ട് എക്സേൽ ചെയ്തിട്ട് താഴേക്ക് വരും. ഇൻഹേൽ, എക്സേൽ. വളരെ സ്ലോലി എൻജോയ് ചെയ്യും. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. അതുപോലെ തന്നെ തിരിച്ച് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. വളരെ ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ. വളരെ ഫ്രീ ആയിട്ട്. അപ്പോൾ ഈ ഷോൾഡറിന്റെ പെയിനൊക്കെ ഉള്ളവർക്ക് അത് വിട്ടുമാറാനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഷോൾഡർ എക്സസൈസ്. കൈകൾ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യാം. താഴേക്ക് വരുമ്പോൾ ശ്വാസം കളയാം. അതുപോലെ തിരിച്ച് താഴേക്ക് മുകളിലേക്ക് മൂവ് ചെയ്യാം. ഇനി സൈഡ് നമ്മുടെ ട്രങ്കിന്റെ മൂവ്മെന്റ് ആണ് ഡയബറ്റിക്കിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ നേവൽ സൈഡ് ഉള്ള ഈ ട്വിസ്റ്റുകൾ പാൻക്രിയാസിനെ മസാജ് ചെയ്യാനും അതൊരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അതിനായിട്ട് ട്രങ്ക് എക്സസൈസ് കൂടുതൽ ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് കൈകൾ പിടിക്കാം. ഇങ്ങനെ പോയി എക്സേൽ ചെയ്ത് സൈഡിലേക്ക് പോകാം. ഇൻഹേൽ, എക്സേൽ, 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 ഇൻഹേൽ, എക്സേൽ,
ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ഇങ്ങനെ മൂവ് ചെയ്യാം. അതിൻ്റെ ട്രങ്കിന്റെ മൂവ്മെന്റുകൾക്ക് വീണ്ടും കൈകൾ ഇങ്ങനെ പിടിക്കാം. കണ്ടോ? മനസ്സിലായില്ല? അത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഷോൾഡറിലേക്ക് കൊണ്ടുവരാം. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡ് ബട്ടക്സിലേക്ക് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഈ മൂവ്മെന്റുകളൊക്കെ ചെയ്യും. അപ്പൊ നമ്മുടെ പാങ്ക്രിയാസ് നേവൽ റീജിയൻ ഒരു ട്വിസ്റ്റാനായിട്ട് പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാലുകൾ നേരെ കാലുകൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 9 10. ഈ മൂവ്മെന്റ് ചെയ്യാം. അതായിട്ട് നമ്മൾ അല്പം ട്വിസ്റ്റ് ചെയ്ത് തന്നിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. ഇങ്ങനെ അല്പം ചരിഞ്ഞേക്കാം. എന്നിട്ട് ഇങ്ങനെ വെറുതെ മൂവ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഈ മൂവ്മെന്റ് ചെയ്യാം. ഈ കൈകൾ നേരെ പിടിക്കാം. നേരെ പിടിച്ചിട്ട് നമ്മുടെ സുജോക്ക് പ്രകാരം നമ്മുടെ കൈകളിൽ എല്ലാ ഓർഗനുകളും ഉണ്ടെന്നാണ്. അപ്പൊ ഇതിന്റെ മിഡിൽ പോർഷൻ, ഈ മിഡിലായിട്ടുള്ള ഈ പോർഷനിലാണ് നമ്മുടെ പാങ്ക്രിയാസിന്റെ ഓർഗന്റെ സ്ഥാനം. അപ്പൊ അവിടെ ഒരു സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടി കൈകൾ നേരെ പിടിച്ചിട്ട് നമ്മുടെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഒന്ന് റിലീസ് ചെയ്യാം. ഇത് വീണ്ടും വരെ കൊണ്ടുവന്നിട്ട് 1 2 3 4 5 6 7 8 9 10. വളരെ ലളിതമായിട്ടുള്ള എക്സസൈസ്, വളരെ ലളിതം, എല്ലാവർക്കും ചെയ്യാം. നേരെ കൊണ്ടുവരാം, സിറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഈ മൂവ്മെന്റുകൾ ചെയ്ത ശേഷം അത് കഴിഞ്ഞ് നമുക്ക് കാലുകൾ ഇങ്ങനെ വെക്കാം. നേരെ വെച്ചിട്ട് കാലുകൾ വെറുതെ മൂവ് ചെയ്യുക. 1, അതായത് നേരെ നിന്നിട്ട് ഒരു സൈഡിലേക്ക് മൂവ്മെന്റ് കൊടുക്കുക. ആ ഒരു ആംഗിൾ മൂവ്മെന്റ്. അപ്പൊ റൈറ്റ് ഹാൻഡ് ചെയ്യാൻ റൈറ്റിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് കണ്ടോ. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. കണ്ടോ? 1 2 3 4 5 6 7 8 9 10. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് 1 2 3 4 5 6 7 8 9 10. ഈ മൂവ്മെന്റ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ കാലുകൾ അകത്തി ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ മൂവ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ പാങ്ക്രിയാസിൽ സ്ട്രെച്ച് കിട്ടുന്ന രീതി സെറ്റ് ചെയ്തതാണ്. വളരെ സയന്റിഫിക്കലി പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും വളരെ ലളിതമായിട്ട് ഒരു സ്ട്രെയിനും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഇതെല്ലാം. നമുക്ക് ഇനിയും തുടരാം. എന്നോടൊപ്പം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഇരിക്കാം. കാലുകളെ കത്തി ചെയ്യാം. എന്നിട്ട് കൈകൾ ഇങ്ങനെ ചെയ്യാം. പെൻഡുലം പോലെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇത് ചെയ്യാം. അതോടെ കൈകൾ എടുത്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. 2 3 4 5 6 7 8 9 10.
താഴ്ത്തി വെക്കാം. നമുക്ക് കൈകൾ തലയുടെ ബാക്കിലേക്ക് പ്ലേസ് ചെയ്തിട്ട് അതിങ്ങനെ മുറിയാം. 1 2 3 4 5 6 7 8 9 10. മൂജ അത് തന്നെ ഇതുപോലെ തന്നെ മൂജ നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് 1 2 3 4 5 6 7 8 9 10. വളരെ ഈസി അല്ലേ? വളരെ ഈസി. അത് ശ്വാസം എടുത്ത് കൈകൾ ഉയർത്താം. ശ്വാസം കളഞ്ഞുകൊണ്ട് പറ്റുന്ന അത്രയും താഴേക്ക്. കൈകൾ മുട്ടിക്കാൻ പറ്റിയ അത്രയും നല്ലത്. മുട്ടിക്കാൻ പറ്റിയെന്ന് വെച്ച് വിഷമിക്കണ്ട. പറ്റുന്ന അത്രയും ഇല്ലെങ്കിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. നോർമൽ ബ്രീത്ത് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് വരാനായിട്ട്. ഇൻഹേൽ then exhale. Inhale 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 then exhale. അത് കഴിഞ്ഞിട്ട് കാലുകളുടെ മൂവ്മെന്റ് നമുക്ക് ഒരു ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാം. നേരെ നിൽക്കാം. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മാക്സിമം എടുപ്പിക്കാം. ബാക്കിലേക്ക് 1 2 3 4 5 6 7. പോലെ ഈ കാര്യം ഇതുപോലെ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Then next left 1 2 3 4 5 6 7 8 9 10. വളരെ ലളിതമായിട്ടുള്ള ഈ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. നമുക്ക് യോഗ മാറ്റിൽ ഇങ്ങനെ വജ്രാസനത്തിലിരിക്കാം. വജ്രാസനത്തിലിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തൂത്തി നിൽക്കുക. സാവകാശം നമ്മുടെ വശങ്ങളിലേക്ക് ഇങ്ങനെ ഇരിക്കും. വളരെ ഫ്രീ ആയിട്ട് നമുക്കിരിക്കാം. മുട്ടിന് പെയിൻ ഉള്ളവർ ഇത് ചെയ്യണ്ട. മുട്ടിന് നല്ല പെയിൻ ഉള്ളവർ ഇത് ചെയ്യണ്ട. അങ്ങനെ ഉള്ളതല്ല. ഇത് കുഷനൊക്കെ വെച്ചിരിക്കാമെങ്കിൽ അങ്ങനെ ഇരിക്കാം. അത് കൈകൾ നമ്മുടെ മുട്ടിന്റെ പോർഷനിലായിട്ട് ഇങ്ങനെ വെച്ച് നിവർന്ന് നേരെ ഇരിക്കാം. ഇത് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. അപ്പൊ ഭക്ഷണ ശേഷവും വേണമെങ്കിൽ നമുക്ക് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ TV ഒക്കെ കാണുന്നവരുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റിൽ ഇങ്ങനെ വജ്രാസനത്തിൽ ഇരുന്ന് TV കാണും. അപ്പൊ ഇത് പാൻക്രിയാസ് ഓർഗനെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും. ഭക്ഷണ ശേഷവും ചെയ്യാൻ പറ്റുന്ന ഏക ഒരു യോഗ പോസ്റ്റർ കൂടിയാണ് ഈ വജ്രാസനം. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. അവിടെ ഡൈജഷൻ കറക്റ്റ് ചെയ്യാനും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പോസ്റ്ററാണിത്. നടന്നു പറന്ന് നേരെ ഇരിക്കാം. അപ്പൊ ഇങ്ങനെ ഇരുന്നോട്ട് നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യും. മുകളിലും അതുപോലെ മൂക്കിന്റെ താഴെയുമായിട്ടുള്ള സ്പേസ്, ഈ സ്പേസിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക, അവയർനെസ് കൊണ്ടുവരിക. നോർമലായിട്ട് ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുക. നോർമലായിട്ട് ഇൻഹേൽ ചെയ്യുന്നു, എക്സേൽ ചെയ്യുന്നു. ഇതിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ആ ശ്വാസത്തിന്റെ ആ താളം ശരിക്കും മനസ്സിലാക്കുക. ആ താളത്തിൽ എൻജോയ് ചെയ്ത് ചെയ്യുക. നമ്മുടെ ചിന്തകൾ കൂടുതലും ഈ നമ്മുടെ ശ്വാസഗതിയിലേക്ക് കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഈ ഇരിപ്പിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ ദിവസവും എവരിഡേ ഞാൻ ബെറ്ററായി വരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ചിന്തിച്ചിരിക്കാം. എവരിഡേ ഐ ആം ഗ്രോയിങ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഞാൻ ബെറ്ററായി വരുന്നു. ആ ഒരു ചിന്ത നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ചിന്തയെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് റീഡ് ചെയ്യാൻ വേണ്ടി, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഞാൻ ബെറ്ററാണ്, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള ഒരു, ഞാൻ എവരിഡേ എല്ലാ ദിവസവും ഞാൻ ബെറ്ററായി വരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി നമ്മുടെ ശ്വാസഗതി ശ്രദ്ധിച്ച് കുറച്ചു നേരം ഈ വജ്രാസനത്തിൽ സാവകാശം നമുക്ക്
വജ്രാസനത്തിൽ നിന്നും വേറൊരു പോസ്റ്ററിലേക്ക് നമുക്ക് മാറാം. യോഗ മാറ്റിൽ തന്നെ നമുക്ക് നേരെ ഇരിക്കാം. ഇതുപോലെ ദണ്ഡാസനത്തിൽ നേരെ ഇരുന്നിട്ട് നമ്മുടെ വലത് കാലം മടക്കി ഇടത് മുട്ടിന്റെ സൈഡിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഇടത് കൈ കൊണ്ട് മുട്ടിന്റെ ഇവിടെ പിടിച്ചിട്ട് പിടിക്കുക. വലത് കൈ പുറകിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കും. വക്രാസന. ഒരു 20 സെക്കൻഡ്സ് നമുക്ക് പോസ്റ്ററിൽ ഇങ്ങനെ നിൽക്കാം. അതിനുശേഷം റിലീസ് ചെയ്ത് വരാം. അത് കഴിഞ്ഞിട്ട് ഇടത് കാല് വലത് കാലിന്റെ മുട്ടിന്റെ സൈഡിൽ വെച്ചിട്ട് വലത് കൈ കൊണ്ട് ഇങ്ങനെ ചെസ്റ്റിനോട് അടുപ്പിച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കാം. ഇങ്ങനെ നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ആദ്യം വലത് കാല് ഇടത് മുട്ടിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് മുട്ടിന്റെ പോർഷനിൽ പിടിച്ചുകൊണ്ട് ചെസ്റ്റിനോട് അടുപ്പിച്ച് പിടിക്കാം. എന്നിട്ട് വലത് കൈ പുറകിലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ്. തിരിച്ചു വരാം. അതുപോലെ തന്നെ ഇടത് കാല് മുട്ടിന്റെ സൈഡിൽ വെച്ചിട്ട് വലത് കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കാം. ഇതുപോലെ നമുക്ക് 4-5 റൗണ്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നേരെ ഇരിക്കാം. വെറുതെ ശമ്പളം പറഞ്ഞ് സുഖാസനത്തിൽ വെറുതെ ഇരിക്കാം. കൈകൾ ഇങ്ങനെ മലർത്തി വെച്ചിട്ട് നമ്മുടെ ബെല്ലി അകത്തേക്ക് ഇങ്ങനെ സ്ട്രെച്ച്. ഒരു ക്രിയയാണിത്. കപാലഭാതി എന്ന് പറയുന്ന ക്രിയ നമുക്ക് ചെയ്യാം. അത് ബെല്ലീസ് എക്സൈൽ ചെയ്ത് അകത്തേക്ക് വലിക്കാം. ഓട്ടോമാറ്റിക് ഇൻഹേൽ ചെയ്ത് റിലീസ് ചെയ്യാം. പിന്നെ എക്സൈൽ ചെയ്ത് അകത്തേക്ക് വലിക്കാം. പിന്നെ റിലീസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പൊ നേരെ ഇരിക്കാം. വേണേൽ ഒരു മുദ്രയിലേക്ക് ഇരിക്കാം, അല്ലെങ്കിൽ വെറുതെ മലർത്തി വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് കണ്ണുകൾ അടച്ച് ഒരു 25 ടൈംസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. കാര്യം മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ബെല്ലി അകത്തേക്ക് വലിക്കാം, റിലീസ് ചെയ്യാം, വീണ്ടും അകത്തേക്ക്. അപ്പൊ റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇൻഹലേഷൻ സംഭവിക്കും. വീണ്ടും എക്സൈൽ ചെയ്ത് അകത്തേക്ക് വലിക്കാം, വീണ്ടും ഓട്ടോമാറ്റിക് ഇൻഹേൽ റിലീസ് എക്സൈൽ. കണ്ടു നോക്കൂ. ടൈംസ് നമ്മളിത് ചെയ്തു. അതിനുശേഷം ദീർഘമായിട്ട് നമുക്ക് ഒരു ഡീപ്പ് ഇൻഹലേഷൻ ചെയ്യാം. സോലി എക്സൈൽ, വീണ്ടും ഡീപ്പ് ഇൻഹേൽ, സോലി എക്സൈൽ, ഡീപ്പ് ഇൻഹേൽ, സോലി എക്സൈൽ. അതിനുശേഷം ഈ പ്രൊസീജിയർ വീണ്ടും ചെയ്യാം. അങ്ങനെ ഒരു 3 റൗണ്ട് നമ്മളിങ്ങനെ ചെയ്യുക. ഇതൊരു ക്രിയയാണ് കപാലഭാതി. ഇത് വയറിന്റെ അബ്ഡോമൻ ഒക്കെ പാൻക്രിയാസ് നല്ല മൂവ്മെന്റ് ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും, അതുപോലെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ മാറാനും, അതുപോലെ നല്ല സ്കൾ പോർഷനിലൊക്കെ ഷൈൻ ചെയ്യാൻ, സ്കൾ ഷൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള എക്സസൈസ് ആണ്. ഇത് വളരെ മോർണിംഗ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ചെയ്യുമ്പോൾ വയർ എംപ്റ്റി ആയിരിക്കണം. അപ്പോൾ ഈ എക്സസൈസ് മോർണിംഗോ അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ടുള്ള ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയം, അപ്പോഴാണ് നമ്മുടെ ഡൈജഷനൊക്കെ കഴിഞ്ഞ് വയറിന്റെ പോർഷനൊക്കെ എംപ്റ്റി ആയി കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ ലളിതമായിട്ടുള്ള എക്സസൈസുകളാണ്, ആർക്കും ചെയ്യാം. ഇതിലൊരു പ്രായമായവർക്കായാലും പ്രായം കുറഞ്ഞവർക്കാണെങ്കിലും ശരീരമുള്ളവർക്കാണെങ്കിൽ ശരീരം ഇല്ലാത്തവർക്കാണെങ്കിൽ എല്ലാവർക്കും വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന എക്സസൈസുകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് വെറുതെ യോഗ മാറ്റിലോ നീണ്ടത് പറഞ്ഞ് കിടക്കാം. കുറച്ചു നേരം ശവാസനത്തിൽ കിടക്കാം. ശരീരമെല്ലാം അയച്ചിടുക. ശരീരത്തിലെ എല്ലാ ജോയിൻസുകളും
നമ്മൾ റിലാക്സ് ചെയ്ത് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കും. നമുക്ക് സാവകാശം റൈറ്റ് സൈഡിൽ ഇടത് കാല് മടക്കി കൊണ്ടിട്ട് വലത് സൈഡിലേക്ക് ചരിഞ്ഞ് ഇടത് കൈ കുത്തി ഇങ്ങനെ എഴുന്നേറ്റ് വരും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള എക്സസൈസുകളാണ് ഞാൻ കാണിച്ചത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി വളരെ ലളിതമായിട്ട് ഞാൻ കാണിച്ചതാണ്. യോഗയിൽ വേറെ പല എക്സസൈസുകളൊക്കെ ഇനിയും ഉണ്ട്. പക്ഷെ ഇത് വളരെ എല്ലാവർക്കും ചെയ്യാനും എല്ലാവർക്കും അതിൻ്റെ ഉപകാരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും ഇതുപോലെ ഈ പ്രശ്നമുള്ളവരുണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുപോലെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നല്ലത് അഭിപ്രായങ്ങളിടുക. അഥവാ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണെന്നുണ്ടെങ്കിൽ അതിടുക. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിടുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പല കമന്റുകൾ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. നമസ്തേ.